IPL ക്രിക്കറ്റിന്റെ പൂരക്കാഴ്ചകൾക്കും ആവേശങ്ങൾക്കും തിരശ്ശീല വീണതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഇനി യഥാർത്ഥ ക്രിക്കറ്റിന്റെ സൗന്ദര്യമായ റെഡ് ബോൾ ഫോർമാറ്റിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. 2020 ക്രിക്കറ്റിന്റെ അതിവേഗ സിക്സറുകളിൽ നിന്നും ഫോറുകളിൽ നിന്നും മാറി ക്ഷമയുടെയും തന്ത്രങ്ങളുടെയും പോരാട്ടമായ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ഇന്ത്യൻ താരങ്ങൾ ചുവടുവെക്കുന്നു. അഫ്ഗാനിസ്ഥാന്റെ ഇന്ത്യൻ പര്യടനത്തിലെ ഏക ടെസ്റ്റ് മത്സരത്തിനാണ് നാളെ രാവിലെ 9:30 മുളൻപൂരിലെ മനോഹരമായ സ്റ്റേഡിയത്തിൽ തുടക്കമാകുന്നത്. ഒരു ടെസ്റ്റും 3 ഏകദിന മത്സരങ്ങളുമാണ് അഫ്ഗാൻ ടീമിന്റെ ഈ പര്യടനത്തിനുള്ളത്. യുവ സൂപ്പർ താരം ഗില്ലിന്റെ നായകത്വത്തിലാണ് ഇന്ത്യൻ സംഘം കളത്തിലിറങ്ങുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളായ ജസ്പ്രീത് ബുംറയ്ക്ക് ഈ പരമ്പരയിൽ വിശ്രമം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അഫ്ഗാനെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കാൻ പോകുന്ന അതിശക്തമായ ഒരു ടീമിനെ തന്നെയാണ് സെലക്ടർമാർ ഇന്ത്യക്കായി അണിനിരത്തിയിരിക്കുന്നത്. പരിമിത ഓവർ ക്രിക്കറ്റായ വൺഡേയിലും 2020യിലും ഏത് വമ്പന്മാരെയും അട്ടിമറിക്കാൻ കെൽപ്പുള്ള അപകടകാരികളായ സംഘമാണ് അഫ്ഗാനിസ്ഥാൻ എങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ വലിയ വേദിയിൽ അവർ ഇപ്പോഴും തുടക്കക്കാരാണ്. സാധാരണയായി ഒരു ടെസ്റ്റ് മത്സരം 5 ദിവസമാണ് നീണ്ടു നിൽക്കാറുള്ളത്. എന്നാൽ നടക്കാൻ പോകുന്ന ഈ മത്സരം അതിന്റെ 5ാം ദിവസത്തിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ജെമിനി പ്രവചിക്കുന്നത്. വെറും 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ടെസ്റ്റ് മത്സരത്തിന് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നു. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ സ്പിൻ ബൗളിംഗിന് ലഭിക്കുന്ന വലിയ പിന്തുണയും അഫ്ഗാൻ ബാറ്റർമാർക്ക് ദീർഘനേരം ക്രീസിൽ നിലയുറപ്പിച്ച് കളിക്കാനുള്ള പരിചയ സമ്പത്തിന്റെ കുറവുമാണ് കളി ഇത്രയും വേഗത്തിൽ അവസാനിക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് ഇതൊരു വൺ സൈഡ് മത്സരമായി മാറാനുള്ള സാധ്യതകളാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. മത്സരം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള സ്ഥിതിവിവര കണക്കുകളും ഡേറ്റകളും വിശകലനം ചെയ്തുകൊണ്ട് ജെമിനി ഇരു ടീമുകളുടെയും വിജയസാധ്യത കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. ഈ കണക്കുകൾ ഇന്ത്യൻ ടീമിന്റെ പദവിയെയും കരുത്തിനെയും അടിവരയിടുന്നതാണ്. ഇന്ത്യയുടെ വിജയസാധ്യത 88.5%. സ്വന്തം നാട്ടിൽ പരിചിതമായ സാഹചര്യങ്ങളിൽ കളിക്കുന്ന ഇന്ത്യക്ക് ഈ മത്സരത്തിൽ പൂർണ്ണമായ ആധിപത്യമുണ്ട്. ഗില്ലിന് കീഴിലിറങ്ങുന്ന മുതിർന്ന താരങ്ങളുടെ സമ്മിശ്ര നിരക്ക് അനായാസമായി വിജയം നേടാനാകുമെന്നാണ് കണക്കാക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ വിജയസാധ്യത 4.5%. ടെസ്റ്റ് പദവി ലഭിച്ചിട്ട് അധികകാലമാകാത്ത അഫ്ഗാന് ഇന്ത്യയെ പോലൊരു പവർ ഹൗസിനെ അവരുടെ നാട്ടിൽ ചെന്ന് തോൽപ്പിക്കുക എന്നത് ഏതാണ്ട് അസാമാന്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് അവരുടെ വിജയസാധ്യത വെറും 4.5% ഒതുങ്ങുന്നത്. സമനിലയ്ക്കുള്ള സാധ്യത 7%. ആധുനിക ടെസ്റ്റ് ക്രിക്കറ്റിൽ മത്സരങ്ങൾ സമനിലയിലാകുന്നത് വളരെ കുറവാണ്. പിച്ചിന്റെ സ്വഭാവവും ഇന്ത്യൻ ബൗളർമാരുടെ മൂർച്ചയും കണക്കിലെടുക്കുമ്പോൾ മത്സരം സമനിലയിലാകാൻ വെറും 7% സാധ്യത മാത്രമേ ഉള്ളൂ. മഴയോ മറ്റ് പ്രതികൂല കാലാവസ്ഥയോ വില്ലനായി എത്തിയാൽ മാത്രമേ ഇതിന് സാധ്യതയുള്ളൂ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ടെസ്റ്റ് ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ ജെമിനിയുടെ പ്രവചനം എത്രത്തോളം യാഥാർത്ഥ്യത്തോട് അടുത്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരേയൊരു തവണ മാത്രമാണ് ഇരു ടീമുകളും പരസ്പരം കൊമ്പ് കോർത്തിട്ടുള്ളത്. 2018 ബംഗളൂരുവിൽ വെച്ചായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ടെസ്റ്റ് മത്സരം ഇന്ത്യക്കെതിരെ നടന്നത്. അന്ന് ആ മത്സരം വെറും 2 ദിവസങ്ങൾ കൊണ്ട് അവസാനിച്ചിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു അത്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 1 സ്കോർ പടുത്തുയർത്തിയപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ അഫ്ഗാനെ ഒരേ ദിവസം തന്നെ 2 തവണ ഓൾ ഔട്ട് ആക്കാൻ ഇന്ത്യൻ ബൗളർമാർക്ക് സാധിച്ചു. ഒടുവിൽ ഒരു ഇന്നിംഗ്സിനും 262 റൺസിനും ഇന്ത്യ അന്ന് അഫ്ഗാനെ തകർത്തുവിട്ടു. ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നതിനാൽ ഈ കളിയിലും സമാനമായൊരു തകർച്ച അഫ്ഗാൻ നിരക്ക് നേരിടേണ്ടി വരുമോ എന്ന ആശങ്ക ക്രിക്കറ്റ് ലോകത്തിനുണ്ട്. IPLന്റെ ഫ്ലാറ്റ് പിച്ചുകളിൽ നിന്നും ബാറ്റിംഗ് വിരുന്നുകളിൽ നിന്നും മാറി റെഡ് ബോൾ തിരിയുന്ന കളിമൺ പിച്ചുകളിലേക്കാണ് താരങ്ങൾ എത്തുന്നത്. ഇന്ത്യൻ മണ്ണിൽ നടക്കുന്ന ടെസ്റ്റുകളിൽ എപ്പോഴും സ്പിന്നർമാരാണ് കളി നിയന്ത്രിക്കാറുള്ളത്. ഈ മത്സരത്തിലും ഇന്ത്യയുടെ പ്രധാന ആയുധം സ്പിൻ ആക്രമണം തന്നെയാണ്. ചൈനാമാൻ ബൗളർ കുൽദീപ് യാദവ് നയിക്കുന്ന ഇന്ത്യൻ സ്പിൻ നിര ഏതു ലോകോത്തര ബാറ്റിംഗ് നിരയും തകർക്കാൻ കെൽപ്പുള്ളതാണ്. പിച്ചിൽ നിന്നും അല്പമെങ്കിലും ടേൺ ലഭിച്ചാൽ കുൽദീപും സംഘവും അഫ്ഗാൻ ബാറ്റർമാരെ കരിയിലെ പോലെ വീഴ്ത്തും. IPL കഴിഞ്ഞ് തൊട്ടു പിന്നാലെ വരുന്നതിനാൽ താരങ്ങൾ 2020 ശൈലിയിൽ ഷോട്ടുകൾക്ക് മുതിർന്നാൽ അത് വിക്കറ്റ് നഷ്ടപ്പെടുന്നതിനും കാരണമാകും. പിന്നിനെ തുണയ്ക്കുന്ന പിച്ചുകളിൽ പലപ്പോഴും മത്സരങ്ങൾ 3 ദിവസത്തിനുള്ളിൽ അവസാനിക്കാറുണ്ടെന്ന ക്രിക്കറ്റ് വിദഗ്ധരുടെ നിരീക്ഷണം ജെമിനി ശരിവയ്ക്കുന്നു. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ റാഷിദ് ഖാൻ, റഹ്മാനുള്ള ഗുർബാസ് തുടങ്ങിയ ലോകോത്തര താരങ്ങളുടെ കാര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ വലിയ ശക്തിയായി വളർന്നിട്ടുമുണ്ട്. എന്നാൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഓരോ സെക്ഷനിലും തന്ത്രങ്ങൾ മാറി മറിയുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് തികച്ചും വ്യത്യസ്തമായ ഒരു കലയാണ്. അതിന് കായികക്ഷമത മാത്രമല്ല, മാനസികമായ കരുത്തും ക്ഷമയും അത്യന്താപേക്ഷിതമാണ്. അഫ്ഗാൻ താരങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിലുമുള്ള പരിചയ സമ്പത്ത് ഇന്ത്യൻ താരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ തുടങ്ങിയ മുതിർന്ന താരങ്ങൾക്ക് വിശ്രമം നൽകിയാലും ആഭ്യന്തര ക്രിക്കറ്റിൽ ധാരാളം റെഡ് ബോൾ മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള യുവതാരങ്ങളാണ് ഇന്ത്യൻ നിരയിലുള്ളത്. സ്വന്തം നാട്ടിൽ കളിക്കുന്നതിന്റെ ആനുകൂല്യം കൂടിയാകുമ്പോൾ ഇന്ത്യയുടെ കരുത്ത് ഇരട്ടിക്കുന്നു. അഫ്ഗാനെ സംബന്ധിച്ച് ഈ മത്സരം ഒരു വലിയ പഠനവേദിയും കടുത്ത അഗ്നിപരീക്ഷയുമായിരിക്കും. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനമായി കണക്കാക്കപ്പെടുന്ന ഗില്ലിനെ സംബന്ധിച്ച് ഈ ടെസ്റ്റ് മത്സരം നായകനെന്ന നിലയിൽ തന്റെ കഴിവ് തെളിയിക്കാനുള്ള വലിയൊരു അവസരമാണ്. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ടീമിനെ നയിക്കാൻ
നയിക്കുമ്പോൾ വെറുമൊരു ജയമല്ല, മറിച്ച് ആധികാരികമായ ഒരു വലിയ വിജയമാണ് ഗില്ലും കൂട്ടരും ലക്ഷ്യമിടുന്നത്. ബുംറയുടെ അഭാവത്തിൽ പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നയിക്കേണ്ടി വരുന്ന യുവ പേസർമാർക്കും മധ്യനിരയിൽ അവസരം കാത്തിരിക്കുന്ന താരങ്ങൾക്കും ഈ മത്സരം സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള സുവർണ അവസരമാണ്. മികച്ച മാർജിനിലുള്ള വിജയം വരാനിരിക്കുന്ന വലിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഗൂഗിൾ ജെമിനിയുടെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഈ മത്സരം ഒരുപക്ഷെ ക്രിക്കറ്റ് ചരിത്രത്തിലെ മറ്റൊരു ചെറിയ ടെസ്റ്റ് മത്സരമായി മാറിയേക്കാം. എങ്കിലും ക്രിക്കറ്റ് എന്നത് അനിശ്ചിതത്വങ്ങളുടെ കളിയാണ്. വൈറ്റ് ബോളിലെ തങ്ങളുടെ അഗ്രസീവ് ശൈലി ടെസ്റ്റിലും പുറത്തെടുത്ത് ഇന്ത്യയെ ഞെട്ടിക്കാൻ അഫ്ഗാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഇന്ത്യൻ സ്പിൻ കെണികളെയും ഈ സാഹചര്യങ്ങളെയും അവർ എങ്ങനെ പ്രതിരോധിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മത്സരത്തിന്റെ ആയുസ്. എന്തായാലും IPLന്റെ ചടുലതയിൽ നിന്നും മാറി റെഡ് ബോൾ ക്രിക്കറ്റിന്റെ ഗാംഭീര്യത്തിലേക്ക് മാറുന്ന ഇന്ത്യൻ താരങ്ങളുടെ കളി കാണാൻ വലിയ കാത്തിരിപ്പിലാണ് ആരാധകർ.